പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അമിത്ഷായോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ഇതായിരുന്നു പൊളിച്ചെഴുത്തിൻ്റെ വിഷയം. ആ ഇൻ്റർവ്യൂ തുടർന്നും നമുക്കൊന്ന് കാണാം. മുഖവരയില്ലാതെ അമിത്ഷാ അടുത്ത ചോദ്യത്തെ നേരിടുന്നത് നിങ്ങളൊന്ന് കണ്ടിരിക്കണം. അതൊന്ന് കാണാം. आपने अभी जिन पार्टी के कार्यकर्ताओं का जिक्र किया, हमने अक्सर उनके मुंह से ये कहते हुए सुना है कि अमित शाह जी हैं तो कोई टेंशन नहीं है, सब संभव है. देखिए, आप जैसे लोगों ने गढ़े हुए जुमले होते हैं, ऐसा कुछ नहीं है. मेरी पार्टी सैकड़ों पराजयों को हजम कर यहाँ तक पहुंची है. ये बात सही है कि सैकड़ों पराजय के कारण पराजय सहन करने की हमें आदत पड़ी हुई है और अब मोदी जी के नेतृत्व में विजय की आदत भी, लगातार विजय की आदत भी हमें पड़ रही है. അദ്ദേഹത്തോടുള്ള ചോദ്യം ഡയറക്റ്റാണ്. ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം പറയുന്നു, അമിത്ഷാ ഉണ്ടെങ്കിൽ എല്ലാമായി, പിന്നെ ഒന്നും ഭയപ്പെടാനില്ല എന്നവർ പറയുന്നു. ഇത്ര വലിയ വിശ്വാസം അവർക്ക് താങ്കളിലുണ്ടാവാൻ കാരണമെന്താ എന്നാണ് ചോദ്യം. അമിത്ഷാ ഒരു ചെറിയ ചിരിയോടെ പറയുന്നു, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ഒരുപക്ഷെ അതിശയോക്തിയാണ്, അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ആകെ ഇതേ ഉള്ളൂ, ഞങ്ങളുടെ പാർട്ടി ഒരുപാട് തവണ തോറ്റവരാണ്, ഒരുപാട് തോൽവികൾ ദഹിപ്പിച്ചവരാണ്, പരാജയം ഭക്ഷിച്ച് ജീവിച്ച പാർട്ടിയാണ് ബി ജെ പി. ഇപ്പോൾ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ പരാജയങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു, വിജയങ്ങളാണ് കൂടുതൽ. അതിൻ്റെ ഒരു ആഹ്ലാദം എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാവും. അതിന് കാരണക്കാരൻ ഞാനും കൂടെയാണ് എന്നവരൊരു പക്ഷേ ധരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ മാത്രമല്ല. ഇത് പരാജയപ്പെട്ടിരുന്ന ഒരു പാർട്ടിക്ക് മെല്ലെ വിജയത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാവുന്ന ഒരു ആഹ്ലാദമാണ്, സംതൃപ്തിയാണ് പ്രവർത്തകർ ഈ പ്രകടിപ്പിക്കുന്നത്. അമിത്ഷാ പറയുന്നത് ചരിത്രപരമായിട്ട് ശരിയുമാണ്. 1951 ബി ജെ പിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘം ഉണ്ടാവുന്നത്. 1952 പൊതു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനസംഘം വലിയ പ്രതീക്ഷയോടെ മത്സരിച്ചു. വിഭജനത്തിൻ്റെ കാലത്ത് തങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബിൽ, ഡൽഹിയിലെല്ലാം ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഒക്കെ സംരക്ഷണം ഒരുക്കിയതും അവർക്ക് ഭക്ഷണം കൊടുത്തതും അങ്ങനെ ഒരുപാട് സേവാപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് അതിൻ്റെ നന്ദി വോട്ടായിട്ട് പ്രതിഫലിക്കും എന്ന് ഭാരതീയ ജനസംഘം ന്യായമായിട്ടും പ്രതീക്ഷിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഡൽഹി, പഞ്ചാബ് ഭാഗത്തുനിന്നും ഒരു സീറ്റും ഭാരതീയ ജനസംഘത്തിന് കിട്ടിയില്ല. 2 സീറ്റ് ബംഗാളിൽ കിട്ടി. അതിലൊന്ന് ശ്യാമപ്രസാദ് മുഖർജി എന്ന ടവറിംഗ് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന് ഒരു സീറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ ജയിച്ച വേറൊരു സ്ഥാനാർത്ഥി രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ രാജസ്ഥാനിൽ നിന്ന് എങ്ങനെയോ ജയിച്ചു പോയ ഒരു ജനസംഘ സ്ഥാനാർത്ഥി. അങ്ങനെ 3 സീറ്റ് മാത്രമേ ഭാരതീയ ജനസംഘത്തിന് കിട്ടിയുള്ളൂ. ജനസംഘക്കാരെല്ലാം നിരാശരായി. അവരെല്ലാം RSSകാരുമായിരുന്നു. അന്ന് RSSൽ നിന്ന് ഈ ജനസംഘത്തിലേക്ക് പോകണം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളവർക്കൊക്കെ പോകാൻ ഗുരുജി ഗോൾവൽക്കർ അനുവാദം കൊടുത്തിരുന്നു. ആകെ ഒരു കാര്യം മാത്രം, RSSൽ നിങ്ങൾ ഏതെങ്കിലും പൊസിഷൻ വഹിക്കുന്നുണ്ടെങ്കിൽ അത് രാജിവെച്ചിട്ട് വേണം ബി ജെ പിയിൽ പോകാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഏടാകൂടം ഒന്നും തന്നെ RSSനെ ബാധിക്കാൻ പാടില്ല. RSS ഒരു രാഷ്ട്രീയ സംഘടനയേ അല്ല. RSSകാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ RSSൽ ഒരു സ്ഥാനം അദ്ദേഹം വഹിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് അത് രാജിവെച്ചിട്ട് വേണം പോകാൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിരുന്നു. ശരി എന്നൊക്കെ പറഞ്ഞ് RSSൽ ചിലർക്കൊക്കെ ചില്ലറ സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചാബ് ഭാഗത്തെ സംഘചാലക്ക് അവരിവരൊക്കെ സംഘത്തിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുമല്ലേ അധികാരം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി മത്സരിച്ചു. ഒന്നും കിട്ടിയില്ല. ഇവർ നിരാശരായി.
നിരാശരായി എന്ന് മാത്രമല്ല, പഞ്ചാബിൽ RSSൻ്റെ പ്രവർത്തനം പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അമ്പട, ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഹിന്ദുക്കൾക്കോ സിഖുകാർക്കോ ഒരു നന്ദിയുമില്ല. നന്ദി കെട്ട സമുദായങ്ങളാണ്. നമ്മൾ എത്ര സേവനം അവർക്ക് ചെയ്തു, എന്നിട്ട് വോട്ട് വന്നപ്പോൾ അവരെല്ലാം കൂടെ വിഭജനത്തിന് ഉത്തരവാദിയായ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരിക്കുന്നു. അന്ന് ഇന്ത്യയിൽ തൂത്ത് പെറുക്കി കോൺഗ്രസ് ജയിച്ചു. അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ. ത്രൂ ഔട്ട് ഇന്ത്യ ഭീകരമായ ഭൂരിപക്ഷമായിരുന്നു നെഹ്റുവിന്. പക്ഷേ അതിൽ കൂടുതൽ കിട്ടി രാജീവ് ഗാന്ധിക്ക് കേട്ടോ പിൽക്കാലത്ത്. ഏതായാലും അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് കിട്ടി. ഇങ്ങനെ നന്ദികേട് കാട്ടിയവരെ സേവിക്കാൻ നമ്മളെന്തിനും തയ്യാറാകണം. അതുകൊണ്ട് RSS പിരിച്ചുവിടണം. അവർ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഗുരുജിക്ക് കത്ത് പോയി. അന്ന് സർക്കാർ ഭയ്യാജി ദാണി ഗുരുജിക്ക് കത്തയച്ചു. ഗുരുജി ഇങ്ങനെ ഇവർ നിരാശരാണ്, സംഘം പിരിച്ചുവിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്, എന്ത് ചെയ്യണം? ഗുരുജി മറുപടി അയച്ചു, അവർ വേണമെങ്കിൽ പിരിച്ചുവിട്ടോട്ടെ, ഞാനവിടെ വരുന്നു അവരെ കാണാൻ എന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഗുരുജി ഗോൾവൽക്കർ മഹാരാഷ്ട്രയിലെ സിംഹഗഡ് എന്ന സ്ഥലത്താണ് ഒരു 10 ദിവസം താമസിച്ചത്. സിംഹഗഡിൽ ഫോണുമില്ല, പോസ്റ്റ് ഓഫീസും ഇല്ല, ഒരു ഏടാകൂടം പിടിച്ച ഒരു സ്ഥലം. അവിടെ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹം ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത്, എന്നോട് ചോദിക്കാനോ പറയാനോ ഒന്നും വരരുത്, ഞാനിതിനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇതായിരുന്നു ഗുരുജി ഗോൾവൽക്കർ. അദ്ദേഹം രാഷ്ട്രീയത്തോട് ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല. രാഷ്ട്രീയത്തിലൂടെ പ്രത്യേകം എന്തെങ്കിലും സാധിക്കുമെന്നും അദ്ദേഹം മരണം വരെ കരുതിയിരുന്നില്ല. എന്നാൽ ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് ആ രംഗത്ത് നമ്മുടെ ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി പ്രത്യേകം നിർബന്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, ശരി അത് ഉണ്ടായിക്കോളൂ, പക്ഷേ അതുമായിട്ട് കെട്ടിമറിയാൻ RSSന് സംഘത്തിന് പറ്റില്ല. ഇതാണ്. അതുകൊണ്ട് അദ്ദേഹം സിംഹഗഡിൽ താമസിച്ചു. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അതിൻ്റെ ബഹളം വഴക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഗുരുജി സിംഹഗഡിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരെ പഞ്ചാബിലേക്ക് പോയി. ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം യോഗം വിളിച്ചു. RSSൻ്റെ ഭാഷയിൽ അതിനെ ബൈഠക്ക് എന്ന് പറയും. ബൈഠക്ക് എന്ന് പറഞ്ഞാൽ ഇരിപ്പ്. കോൺഗ്രസ്സുകാരും ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസ്സുകാർ ബൈഠക്ക് എന്നാണ് പറയുന്നത്. AICC ബൈഠക്ക്, CWC ബൈഠക്ക് എന്ന് പറയും. അപ്പോൾ ബൈഠക്ക് RSSൻ്റെ ഒരു വാക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഒരു പൊതു വാക്കാണ്. ഒരു യോഗം, അത്യാവശ്യം ആളുകളെ വെച്ച് കൂടുന്ന യോഗത്തിന് ബൈഠക്ക് എന്ന് പറയും. പൊതുയോഗമല്ല, സംഘടനയ്ക്കുള്ളിലെ യോഗമാണ്. ഇങ്ങനെ ബൈഠക്ക് വിളിച്ചു കൂട്ടി. അപ്പോൾ ഇവരെല്ലാം ഈ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ നന്ദി കെട്ട സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങളിത് പിരിച്ചുവിടുകയാണെന്നൊക്കെ പറഞ്ഞു. ഗുരുജി പറഞ്ഞു, നിങ്ങൾ ഈ വിഭജന കാലത്ത് ആവുന്ന പോലെ, നമ്മളെ എണ്ണത്തിൽ വളരെ കുറവാണ് RSS. അന്നൊക്കെ RSSകാരനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു RSSകാരനെ കാണാം, ഇത്രയേ ഉള്ളൂ, വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ ആവതുപോലെ ഹിന്ദു സമാജത്തെയും സിഖ് സമാജത്തെയും എല്ലാം സംരക്ഷിക്കുകയും സേവിക്കുകയും നിങ്ങൾ ചെയ്തപ്പോൾ ഞാനോർത്തു, ആ സമാജത്തോടുള്ള കടപ്പാട് കൊണ്ട്, അവർക്ക് നന്മ വരണം എന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾ ഈ സേവനം ചെയ്യുന്നതെന്ന് ഞാൻ ധരിച്ചുപോയി. പക്ഷേ നിങ്ങൾ ഈ സേവനം അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. സാധാരണ ജനങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ ഉള്ളിൽ ഈ വോട്ടിനുള്ള ആശയമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെ സേവിക്കുന്നത്, അല്ലാതെ നല്ല മനസ്സ് വെച്ചിട്ടല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ഇപ്പോൾ ആളെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. നിങ്ങൾ പിടിക്കപ്പെട്ടു, ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു. ആകെ പ്രശ്നമായി. കൂടെ ഭയ്യാജി ദാണി പൊട്ടിയൊരു ചിരിയും ചിരിച്ചു. കാരണം ഭയ്യാജി ദാണിക്കറിയാം, ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് കൊണ്ട് സേവനം നടത്തുക എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാർ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ, ഇയാൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. ഇങ്ങനെ പിടിക്കപ്പെട്ടു. ഇത് പച്ച പ്ലെയിനായിട്ട് ഗുരുജി ഗോൾവൽക്കർ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ പൊതുജനം മനസ്സിലാക്കി.
ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കെട്ടിമറിയാതെ ഞാൻ സിംഹഗഡിൽ പോയി താമസിക്കുകയായിരുന്നു. എന്നെ പിടികിട്ടാൻ തന്നെ വലിയ പ്രയാസം, അത്രയ്ക്ക് ദൂരെ പോയി ഞാൻ താമസിച്ചു. കാരണം ഞാൻ ഈ ഇടപെടത്തിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പക്ഷെ പെട്ട ആളുകൾക്ക് നിങ്ങളുടെ ഈ തട്ടിപ്പ് മനസ്സിലായി. ഇതല്ല സേവനം എന്ന് അവർക്കറിയാം, നിങ്ങളും അതറിയണമായിരുന്നു. അപ്പോൾ ആകെ വിഷമമായി. അടുത്തത് ഗുരുജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംഘമില്ലേ, നിങ്ങൾ പിരിച്ചുവിടാൻ തീരുമാനിച്ച സംഘം, അത് നിങ്ങൾ പിരിച്ചുവിട്ടോളൂ. ഇവിടെ ഞാനുണ്ട്, ഭയ്യാജി ദാണിയുണ്ട്. നാളെ മുതൽ ഞങ്ങൾ വീണ്ടും ഓരോ ശാഖയായിട്ട് തുടങ്ങും. താമസിയാതെ ഇപ്പോഴിരിക്കുന്ന നിലയിലോ ഇതിന് മുകളിലോ ഞങ്ങളിത് എത്തിക്കും. ഇതുപോലെയുള്ള ആളുകൾ പൊഴിഞ്ഞു പോവുക, വരിക, പോവുക, ഇതൊക്കെ സംഭവിക്കും. അത് ഞങ്ങൾക്കറിയാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമാജത്തെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഗുരുജിയുടെ പുസ്തകമുണ്ടല്ലോ, വി ഓർ അവർ നേഷൻ ഹു ഡിഫൈൻഡ്, ആ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ടു മൈ അൺഡിസർവിങ് ബ്രദറൻ എന്നാണ്. അൺഡിസർവിങ്, അർഹതയില്ലാത്ത സഹോദരന്മാർക്ക് വേണ്ടിയാണ് ആ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, നിങ്ങൾ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റു രീതിയിൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് ഒരുപക്ഷെ അവർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ആ സംശയം അനാവശ്യമാണ്. അവരുടെ ഉള്ളിൽ എന്താണെങ്കിലും ശരി അവരെ സംഘടിപ്പിക്കണം, അവരുടെ ഉള്ളിൽ എന്താണെങ്കിലും ശരി അവരെ സേവിക്കണം, അവരെ ഒരു ശക്തമായ സമാജമാക്കി മാറ്റണം. അതല്ലാതെ ഭാരതത്തിന് മുന്നോട്ടൊരു വഴിയില്ല. അതിനാൽ നമ്മൾ ആരെ സേവിക്കുന്നോ അയാളുടെ ഉള്ളിൽ എന്താണ്, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ അർഹതയുണ്ടോ, നന്ദിയുണ്ടോ, ഒരു കാര്യം ചെയ്തതിന് നന്ദി പ്രതീക്ഷിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലൊരു മോശമല്ലേ. നന്ദി പ്രതീക്ഷിക്കുക. ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കൺവേർഷനിലും ഗോൾവൽക്കറുടെ പ്രധാന പോയിൻ്റ് ഇതായിരുന്നു. നിങ്ങൾ ആശുപത്രി തുടങ്ങി, നിങ്ങൾ സ്കൂൾ തുടങ്ങി എന്നൊക്കെ പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരുന്നു ആവശ്യം? ഇൻ റിട്ടേൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ ക്രിസ്ത്യാനികളാകണം. അതൊരു സ്വാർത്ഥ ചിന്തയാണ്. നിങ്ങളുടെ മതത്തിലേക്ക് അവർ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ സേവനത്തിന് ഒരു വിലയുണ്ട്, ആ വില കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു നല്ല കാര്യമല്ല, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഇത് ഗോൾവൽക്കറിന് RSSൻ്റെ സേവനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും ക്രിസ്ത്യൻ മിഷണറിയുടെ സേവനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒന്ന് തന്നെയായിരുന്നു. ഇങ്ങോട്ട് നന്ദി പോലും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സേവനം ചെയ്യുക, അങ്ങനെ മാത്രമേ സമാജത്തെ നിസ്വാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, നയിക്കാൻ, സംഘടിപ്പിക്കാൻ സാധ്യമാകൂ. ഈ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ഗുരുജി പറഞ്ഞു, ഞാൻ പഞ്ചാബിൽ വീണ്ടും RSS തുടങ്ങും എന്ന് പറഞ്ഞു. പിരിഞ്ഞു പോകാനുള്ളവർക്ക് പിരിഞ്ഞു പോകാം. അപ്പോഴേക്കും ആൾക്കാരുടെ മനസ്സൊക്കെ മാറി. അയ്യോ, ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി, അതാണ് ആകെ കൂടെ സങ്കടമായി, പ്രയാസമായി. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഇല്ല, ഇരിക്കട്ടെ, നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായി. തെരഞ്ഞെടുപ്പാണ് എല്ലാം എന്ന് തോന്നി, തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നി. ഇതൊക്കെ താൽക്കാലികമാണ്. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോഴും നിങ്ങൾക്ക് മത്സരിക്കുകയോ ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊന്നും നിങ്ങളുടെ ഹിന്ദു സമാജത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓക്കെ, റൈറ്റ്, ഞങ്ങൾക്ക് മനസ്സിലായി, യെസ്, ലെറ്റസ് കണ്ടിന്യൂ. ആ സംഘം പിരിച്ചുവിടുന്നൊക്കെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാം RSSൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. മംഗളമായിട്ട് ആ ബൈഠക്ക് കലാശിച്ചു. ഇതാണ് ജനസംഘത്തിൻ്റെ ആദ്യത്തെ തോൽവി. ആ തോൽവിയിൽ നിന്ന് ജനസംഘം പാഠം പഠിച്ചു. പിന്നെയും എത്രയോ തവണ ജനസംഘം തോറ്റു. 1967 ജനസംഘവും സോഷ്യലിസ്റ്റ് പാർട്ടിയും, റാം മനോഹർ ലോഹ്യയൊക്കെ ഉള്ള കാലം, സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM, ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവരൊക്കെ ചേർന്ന് സംയുക്ത വിധായക് ദൾ എന്ന ഒരു മുന്നണി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, മധ്യപ്രദേശ് ഇവിടെയൊക്കെ ഭരണത്തിൽ വന്നു. 1-1.5 വർഷമൊക്കെ അത് ഇരുന്നുള്ളൂ, അത് വേറെ കാര്യം. ബട്ട് ഇവരൊരുമിച്ച് പ്രവർത്തിച്ചു. ആര്? CPMഉം ഭാരതീയ ജനസംഘവും CPIയും ഭാരതീയ ജനസംഘവും ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
അന്ന് സംഭവിച്ചത് CPI ആണ് അന്ന് വലിയ പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വടക്കൊക്കെ. ഇവിടെ മാത്രമാണ് 67-ൽ CPM വലുതും CPI ചെറുതുമായി പോയത്. ഇവിടം വിട്ടുകഴിഞ്ഞാൽ സകല സ്ഥലത്തും CPI വലുതും CPM ചെറുതുമായി. അങ്ങനെ ആയപ്പോൾ CPMന് മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടിയില്ല. മുന്നണിയിലുണ്ട്, പക്ഷേ മന്ത്രിസഭയിൽ സ്ഥാനമില്ല. മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടിയത് CPIക്കാണ്. എന്താണെങ്കിലും CPMും CPIയും ഞങ്ങൾ ഒരു കാലത്തും ഇവരുമായിട്ട് കൂട്ടുകൂടിയില്ല എന്നൊക്കെ പറയുന്നത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. നിങ്ങളൊരു മുന്നണിയായിട്ട് മത്സരിച്ചു, ജയിച്ചു, കുറച്ച് കാലമെങ്കിലും നിങ്ങൾ ഭരിക്കുകയും ചെയ്തു. അതിൽ തെറ്റെന്താ? അന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ദീനദയാൽ ഉപാധ്യായ, റാം മനോഹർ ലോഹ്യ ഇവരെല്ലാം കൂടെയും മുന്നണി കെട്ടിപ്പടുത്തത്. അപ്പോൾ പഴയ ചരിത്രം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വഴക്കിന് പ്രസക്തിയില്ല. കാരണം അന്നത് ചെയ്തു, അത് കഴിഞ്ഞല്ലോ. പിന്നെയും വർഷങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ പണ്ടെടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ അവരോടൊരു അകൽച്ച എന്തിനാ? ഈ രീതിയിലൊക്കെ ചിന്തിച്ചതുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് ഉണ്ടായത്. അങ്ങനെ താൽക്കാലികമായിട്ട് ചില സംസ്ഥാനങ്ങളിൽ ജനസംഘം കൂട്ടുകക്ഷിയായിട്ട് അധികാരത്തിൽ വന്നെങ്കിലും ഒരു കൺസിഡറബിൾ പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് ഭാരതത്തിൽ ജനസംഘത്തിന് വളരാൻ പിന്നെയും സമയം ബാക്കിയുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഇതിൻ്റെ കുഴപ്പമൊക്കെ മനസ്സിലായി. 1967-ലാണല്ലോ ഇന്ദിരാഗാന്ധിക്ക് ഭൂരിപക്ഷം തികയാതെ വരിക, CPM അവരെ പിന്തുണയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. വളരെ സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു 1967. ഏകദേശം അന്നു മുതലാണ് ഇന്ദിരാഗാന്ധി RSSനെ ഈ ജനസംഘത്തെയൊക്കെ ടാർഗറ്റ് ചെയ്തൊക്കെ തുടങ്ങിയത്. അതാണ് 1970 എത്തിയപ്പോൾ അടിയന്തരാവസ്ഥയിലെത്തുകയും RSSനെ ടാർഗറ്റ് ചെയ്ത് RSSനെ ജയിലിലിട്ട് RSS, നക്സലൈറ്റ്, പിന്നെ ഈ ഗാന്ധിവാദികൾ, ഈ 3 കൂട്ടരെയാണ് ജയിലിൽ പ്രധാനമായിട്ടും ഇട്ടത്. CPM കാരി പറയുന്ന പോലെ ജയിലിലൊന്നും പോയിട്ടൊന്നുമില്ല. 1-2 മാസം കിടന്നു, പിന്നെ പല രീതിയിലൊക്കെ അവർ പുറത്ത് കിടന്നു. കാരണം അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഭരണമാണ്, ഇത് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിയിരുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, ഇതൊക്കെ സംഭവിച്ചു. പിന്നീട് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടി ഉണ്ടായി. ആ ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചു. മറ്റ് പല പാർട്ടികളും, സോഷ്യലിസ്റ്റ് പാർട്ടി അതിൽ ലയിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറി നിന്നു. ഇവരെല്ലാം ലയിച്ച് ജനതാ പാർട്ടി ഉണ്ടായി. ആ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അങ്ങനെ സ്വന്തം പേരിലല്ലെങ്കിലും ജനസംഘക്കാർ അധികാരത്തിൽ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സർക്കാർ താഴെ വീണു. മൊറാർജി ദേശായിയുടെ സർക്കാർ താഴെ വീണത് BJPയെ ചൊല്ലിയാണ്. BJPയിൽ നിറച്ച് RSSകാരാണ്. RSSൽ മെമ്പർഷിപ്പ് ഉള്ളവരെങ്ങനെ BJPയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഉണക്കത്തർക്കങ്ങൾ കൊണ്ട് ആ സംവിധാനം പാടെ നശിച്ചു. അത് താഴെ വീണു. താഴെ വീണപ്പോൾ പഴയ ജനസംഘക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, BJP. പണ്ട് ഭാരതീയ ജനസംഘമായിരുന്നു, ഇപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിയായി. പണ്ട് വിളക്ക്, മൺചെരാത്, ഇതായിരുന്നു ജനസംഘത്തിൻ്റെ കൊടിയടയാളം. അത് മാറ്റിയിട്ട് താമരയാക്കി, കൊടിയൊക്കെ ഒന്ന് പരിഷ്കരിച്ച് ജനസംഘത്തിൻ്റെ ഒരു കാവ്യ പതാക, അതിലൊരു ഈ വിളക്ക്, ചെരാത്, ഇതായിരുന്നു ജനസംഘത്തിൻ്റെ കൊടി. BJPയുടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം പച്ചയിൽ തുടങ്ങി, പിന്നെ കാവ്യയായിട്ട് മാറി, അതിൽ താമര ചിഹ്നവുമായിട്ട് BJPയുടെ കൊടിയായി. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ വന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 1984 2 സീറ്റ് കിട്ടി BJPക്ക്. 2 സീറ്റ്, മനസ്സിലായോ? ഒരെണ്ണം ഗുജറാത്തിലും ഒരെണ്ണം ആന്ധ്രയിലും. ഗുജറാത്തിൽ ഡോക്ടർ AK പട്ടേൽ പണ്ട് മുതലേ അവിടെ നിന്ന് ജയിച്ചു വരുന്ന ആളാണ്. ആന്ധ്രയിൽ ജങ്കാ റെഡ്ഡി. ഇങ്ങനെ 2 MPമാരാണ് BJPക്ക് കിട്ടിയത്. എത്ര വലിയ തോൽവിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അമിത്ഷാ ഞങ്ങൾ ഒരുപാട് പരാജയങ്ങൾ ദഹിപ്പിച്ച് ജീവിച്ചവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. ആ 2ൽ നിന്ന് പിന്നെ 89, 116 ഇങ്ങനെ പോയി
തൊണ്ണൂറ്റിയാറിൽ ഒരു 13 ദിവസം വാജ്പേയി ഭരിക്കുന്നു, വീഴുന്നു. പിന്നെ 98-ൽ ഒരു വർഷം ഭരിക്കുന്നു, വീഴുന്നു. പിന്നെ 99-ൽ അധികാരത്തിൽ വരുന്നു. അത് 2004 വരെ ഭരിക്കുന്നു. പിന്നെ അധികാരം നഷ്ടപ്പെടുന്നു. 10 വർഷം അധികാരഭ്രഷ്ടരായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് 2014-ലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും പിന്നെ 2019-ൽ വരികയും ഇപ്പോൾ 2024-ൽ വരാൻ പോവുകയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോദിയുടെ വരവ് ഒരു വാട്ടർഷെഡാണ് ബി ജെ പിയുടെ ഹിസ്റ്ററിയിൽ. അതാണ് അമിത്ഷാ പറയാൻ കാര്യം. അതിനു മുമ്പ് അടൽജി ഭരിച്ചിരുന്നല്ലോ, 6 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിരുന്നു. 98-ൽ ഒരു വർഷം വീണ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ വന്നു. 99 മുതൽ 5 വർഷം, 2004 ഫലത്തിൽ 6 വർഷം ഭരിച്ചു തുടർച്ചയായിട്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും അതെല്ലാം പുറത്തുനിന്ന് പലരുടെയും സപ്പോർട്ടോടു കൂടിയ ഒരുതരം കൂട്ടുകക്ഷി സമ്പ്രദായത്തിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ വീഴും എന്ന് പലരും വിചാരിച്ചെങ്കിലും വാജ്പേയിയുടെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രം ഈ പാർട്ടികളെ കൂടെ പിടിച്ചിട്ട് മുന്നോട്ട് പോയ സമയമായിരുന്നു അത്. ശരിക്കും ഒരു വിജയം അബ്സല്യൂട്ടായിട്ട് ബി ജെ പിയുടെ കൈപ്പിടിയിൽ വിജയം വരുന്നത് നരേന്ദ്രമോദി വന്നപ്പോഴാണ്. അതിനു മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിൽ വന്നു. അത് നരേന്ദ്രമോദിക്കൊരു അടിത്തറയായിട്ട് മാറി. അദ്ദേഹം തന്നെ പലതവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്വന്തം വ്യക്തിത്വം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ പ്രധാനമന്ത്രിയായി വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ചില സംസ്ഥാനങ്ങളിൽ പരാജയവും സംഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. ഡൽഹി കേജ്രിവാൾ കൊണ്ടുപോയതിന് ശേഷം ബി ജെ പിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പഞ്ചാബിൽ ഇനിയിപ്പോൾ എപ്പോൾ കിട്ടും സംസ്ഥാന ഭരണം എന്നുള്ളത് വലിയ സംശയത്തിലാണ്. ലോക്സഭ പോലെ അല്ലല്ലോ നിയമസഭകൾ. കർണാടക ഉണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. മധ്യപ്രദേശ് തിരിച്ച് പിടിച്ചു, രാജസ്ഥാൻ തിരിച്ചു പിടിച്ചു. ഇങ്ങനെ തോൽവിയും ജയമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പോലും വിജയത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും ബി ജെ പിയിലെ പ്രവർത്തകർക്ക് കിട്ടിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കും. ഇതാണ് അമിത്ഷാ പറഞ്ഞത്. നിരവധി പരാജയങ്ങൾ ദഹിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോൾ വിജയത്തിൻ്റെ രുചി അറിയുന്നത്. ഒരു സംതൃപ്തി, ഒരാഹ്ലാദം ഒക്കെ മനസ്സിലുണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവർ പറയുന്നു, മോദി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാനില്ല, അമിത്ഷാ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിപൊളിയാണ് കാര്യങ്ങൾ എന്നൊക്കെ പ്രവർത്തകർ പറയുന്നു. ഈ അമിത്ഷായുടെ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ഹിമാചൽ പ്രദേശിൽ വലിയ പിടിയും വലിയും നടക്കുമ്പോഴാണ്. ഹിമാചൽ പ്രദേശിൽ ഉള്ള സർക്കാരിനെ പിടിച്ച് താഴെ ഇടുന്നു, തിരിച്ചോട്ട് ചെയ്യുന്നു, മറിച്ചോട്ട് ചെയ്യുന്നു, സ്പീക്കർ കുറച്ച് പേരെ പുറത്താക്കുന്നു, അലമുണ്ടാകുന്നു. ഈ അവസ്ഥയിലാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിമാചലിനെ ചൊല്ലി ഇവിടെ പ്രസക്തമല്ലെങ്കിലും ഇപ്പോൾ അത് കഴിഞ്ഞുപോയി, അവിടുത്തെ ഡൈനമിക്സ് മുഴുവൻ മാറിക്കഴിഞ്ഞു. എന്നാലും ആ സമയത്ത് നടന്ന കോലാഹലത്തെ പറ്റിയുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്കൊന്ന് കേൾക്കാം. नहीं, इसमें कोई रणनीति नहीं है. वो पूरी कांग्रेस में बिखराव है, पूरे इंडिया गठबंधन में बिखराव है. वो अपने कुनबे को भी ठीक नहीं रख सकते. मैं नहीं मानता इसमें विरोधियों की कोई बड़ी कला कारीगरी है. वो अपने कुनबे को ठीक नहीं रख सकते. इसी के कारण टूटता जा रहा है. नहीं, लेकिन जो हिमाचल के मुख्यमंत्री हैं उनका ये आरोप है कि उनके विधायकों को हरियाणा पुलिस और सीआरपीएफ ने एस्कॉर्ट करके किडनैप कर लिया. ऐसा है, मतदान विधानसभा के अंदर हुआ है, असेंबली चल रही है, कोई कैसे किडनैप कर पाएगा? क्या बचकाना बात कर रहे हैं? आज के जमाने में किडनैपिंग संभव है क्या असेंबली के अंदर से? वोटिंग कैमरे के सामने हुए, चुनाव आयोग के कैमरे लगे हुए हैं, उनका भी पर्यवेक्षक है, उनके प्रत्याशी है. भैया वोट कहां गए तेरे? इसकी तू बात नहीं करता, अब विधायक की बात करता है. मेरी समझ में नहीं आ रहा है किस तरह से लोग राजनीति कर रहे हैं. आपके वोट चले गए, आपके विधायक चले गए और आपको मालूम भी नहीं है. അമിത്ഷാ അക്ഷോഭ്യനായിട്ട് പറയുന്നത്, ഇത് നിങ്ങൾ വെറുതെ ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ കാര്യമില്ല. ഇതിൽ ഒരു കള്ളത്തരവുമില്ല. CCTVയുടെ മുമ്പിലാണ്, തുറന്ന നിയമസഭയിലാണ് ഈ വോട്ടിങ്ങും സംഗതിയെല്ലാം നടക്കുന്നത്. സ്വന്തം ആൾക്കാർ മറിഞ്ഞ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു നിർത്താൻ പ്രാപ്തിയില്ലാത്തവർ എന്നെ കുറ്റം പറയുന്നത് എന്തിനാണ്? BJP ഇതിനകത്ത് യാതൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓൾ ഓപ്പൺ. സ്പീക്കറും ഒക്കെ ഇരിക്കുന്ന നിയമസഭയ്ക്കുള്ളിലാണ് ഈ വോട്ടിംഗ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരുണ്ട്,
CCTV 4 പാടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് എന്ത് ചെയ്തു എന്നാണ് എന്നെപ്പറ്റി, എൻ്റെ പാർട്ടിയെപ്പറ്റി കുറ്റം പറയുന്നത്? അദ്ദേഹം ഒരല്പം പുച്ഛത്തോടെയാണ് പറയുന്നത്. കോൺഗ്രസ്സിന് സ്വന്തം ആൾക്കാരെ പിടിച്ചു നിർത്താൻ കഴിവില്ല, അതുകൊണ്ട് BJP കുതിരക്കച്ചവടം നടത്തി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരികയാണ്. അതുകൊണ്ട് നിയമസഭയ്ക്കകത്ത് എന്ത് സംഭവിക്കുന്നോ അതനുസരിച്ച് സ്പീക്കർ ബാക്കിയുള്ളവർ എന്താ തീരുമാനം എടുക്കുന്നത് വെച്ചാൽ എടുത്തോട്ടെ, ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്നും അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നു. അമിത്ഷായുടെ ഒരു പ്രത്യേകത ഇതാണ്, ഈ ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ പോലും പുള്ളിയുടെ ദൃഷ്ടി വ്യക്തമാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും അവിടെ കാണുന്നില്ല, ക്ലിയറാണ്. CCTV ഉണ്ട്, സ്പീക്കറുണ്ട്, MLA-മാരാണ് വോട്ട് ചെയ്യുന്നത്, ആരാർക്ക് വോട്ട് ചെയ്യുന്നു പിടിക്കുന്നു, ആരെയും പിടിച്ച് കെട്ടുന്നൊന്നുമില്ല, ആരും ആർക്കും പൈസ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല, ഒന്നുമില്ല. സുതാര്യമായിട്ട് കാര്യം നടക്കുന്നു. പിന്നെ എന്ത് കൺഫ്യൂഷൻ എന്നാണ് അമിത്ഷായുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിലൂടെ മറുപടി കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സാമർഥ്യവും ഇതിൽ നിന്ന് വെളിവാകുന്നു. ഈ ലക്കം പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.